നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അപമാനിച്ച് ഇറക്കിവിടുന്ന KPCC അധ്യക്ഷന്മാരുടെ പട്ടിക ഇനിയും അവസാനിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. തെന്നല ബാലകൃഷ്ണപിള്ള മുതൽ K സുധാകരൻ വരെയാണ് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. K സുധാകരൻ അടക്കമുള്ള KPCC അധ്യക്ഷന്മാർക്ക് ഒന്ന് രാജിവെക്കാനുള്ള അവസരം പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊടുത്തില്ലത്രേ. 2001 100 സീറ്റുകളുമായി കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അതിന് നെടുനായകത്വം വഹിച്ച തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒറ്റ ദിവസം കൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടുന്നതിന് 1 മണിക്കൂർ മുമ്പ് പോലും ആരോടും തെന്നലയോട് ഇത് പറഞ്ഞില്ല, നിങ്ങളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാൻ പോകുന്നുവെന്ന്. തെന്നലയ്ക്ക് ശേഷം വന്നത് K മുരളീധരനായിരുന്നു. K മുരളീധരൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയാകാൻ വേണ്ടി രാജിവെച്ചപ്പോൾ PP തങ്കച്ചൻ പ്രസിഡന്റായി. PP തങ്കച്ചനെയും ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിട്ടു. അതിനുശേഷം വന്ന VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ KPCC അധ്യക്ഷന്മാരെയും ഇതുപോലെ ഒന്നും ചോദിക്കാതെ ഇറക്കി വിടുകയായിരുന്നു. രമേശ് ചെന്നിത്തലയെ മാത്രമാണ് മന്ത്രിസ്ഥാനത്തേക്ക് എടുത്ത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത്. അതിനുശേഷം അതിനു മുമ്പ് എല്ലാ KPCC അധ്യക്ഷന്മാരെയും ഇതുപോലെ ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വിടുകയായിരുന്നു അത്രേ. മുല്ലപ്പള്ളി രാമചന്ദ്രനും MM ഹസനും VM സുധീരനും തെന്നല ബാലകൃഷ്ണപിള്ളയും PP തങ്കച്ചനുമെല്ലാം ഇതുപോലെ ഒറ്റ മണിക്കൂറിൽ ഒറ്റ ദിവസം കൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ രീതി ഇങ്ങനെയാണത്രേ. ആരോടും ചോദിക്കാനും പറയാനും നിൽക്കില്ല, ഇതാ ഇറങ്ങിപ്പോകൂ എന്ന് പറയും, അപ്പോൾ ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഈ രീതി K സുധാകരന്റെ കാര്യത്തിലും അവലംബിച്ചു. പക്ഷെ സുധാകരനായതുകൊണ്ട് ഒന്ന് പൊരുതി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല. ഹൈക്കമാൻഡ് ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് നടന്നു എന്നാണ് അർത്ഥം. അക്കാര്യത്തിൽ സുധാകരനായാലും മറ്റാരായാലും അത് സംഭവിച്ചിരിക്കും. എങ്കിലും സുധാകരന് മാന്യമായി രാജിവെച്ച് പോകാൻ ഒരു അവസരം നൽകാമായിരുന്നുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും അടക്കം പറയുന്നത്. സുധാകരനെ മാറ്റുമെന്ന കാര്യം ഉറപ്പായിരുന്നെങ്കിലും അദ്ദേഹത്തോട് രാജി എഴുതി വാങ്ങിയിരുന്നില്ല. രാജി എഴുതി വാങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഏതായാലും സണ്ണി ജോസഫ് ഇപ്പോൾ KPCC അധ്യക്ഷനായി. കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫ് വളരെ മൃദുഭാഷിയായ അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനാണ്. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും അദ്ദേഹം ഇതുവരെ തലവച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ കോൺഗ്രസിനെ എത്ര കണ്ട് ശക്തിയോടെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പുതിയ KPCC അധ്യക്ഷൻ വന്നതിനെ തുടർന്ന് കോൺഗ്രസിൽ വലിയ ആവേശവും ഊർജവും ഒന്നും കാണാനില്ല എന്നതാണ് വസ്തുത. വലിയ ഓളവുമൊന്നുമില്ല. കാരണം പ്രവർത്തകരുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന K സുധാകരനെ മാറ്റിയതിൽ ഇപ്പോഴും വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കത്തോലിക്കനായ ഒരാളെ KPCC അധ്യക്ഷനാക്കിയേ മതിയാകൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആണ് ആന്റോ ആന്റണിയുടെ പേര് ആദ്യം ഉയർന്നു വന്നത്. എന്നാൽ ആന്റോ ആന്റണിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളില്ല. സാമ്പത്തിക തിരിമറി മുതൽ സകല ആരോപണങ്ങളും ഉയർന്നപ്പോൾ ഹൈക്കമാൻഡിന്റെ കൺട്രോൾ വിട്ടു. അപ്പോഴാണ് താരതമ്യേന മാന്യനും അന്തസ്സുള്ളവനുമായ സണ്ണി ജോസഫിനെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത്. ഏതായാലും K സുധാകരന് മുമ്പുള്ള KPCC അധ്യക്ഷന്മാരും എല്ലാവരും ഒരു ദിവസം 1 മണിക്കൂറിനുള്ളിൽ ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു. KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഇപ്പോൾ ഇറങ്ങിപ്പോകണം, അപ്പോൾ ഇറങ്ങിപ്പോയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന KPCC അധ്യക്ഷന്മാരെയെങ്കിലും മാന്യമായി പറഞ്ഞയക്കാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് കോൺഗ്രസിന്റെ നേതാക്കളും അണികളും.